കാലാകാലങ്ങളായിട്ട് ഈ മധ്യ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSSന്റെയും SNDPയുടെയും നസ്രാണികളുടെയുമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം കോട്ടയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് BJPയിലേക്കാണ്. കോൺഗ്രസ് വികാരം തളം കെട്ടി നിൽക്കുന്ന ഒരു ജില്ലയാണ് ഈ കോട്ടയം ജില്ല എന്ന് പറയുന്നത്. കൂടുതൽ സീറ്റുകൾ PA ജോസഫിന്റെ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. അത് വിട്ടു നൽകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് അനുവദിച്ചിട്ട് സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയുണ്ട്. കോട്ടയത്ത് നിന്ന് പിന്മാറാനായിട്ട് മുസ്ലിം ലീഗ് തയ്യാറാകണം. അതാണ് ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. നമസ്കാരം. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ള പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. ഇപ്പം അതിനിടയിൽ കോട്ടയത്ത് ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗത്ത് ഒന്നും നടന്നിട്ടേ ഇല്ല. പല കാര്യങ്ങളും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കാരണം കോട്ടയത്താണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നബാധിത പ്രദേശമായിട്ട് മാറിയിരിക്കുന്നത്. അനർഹരായവർ തങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനോട് വിലപേശുന്നതാണ് കോട്ടയത്ത് UDF നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അവർക്ക് അവിടെയാണ് ആൾബലം കൂടുതലുള്ളത്. പക്ഷേ അവിടെ നിന്നൊക്കെ മാറിക്കൊണ്ട് മധ്യ കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെ അവരുടേതായിട്ടൊരു സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ആ സീറ്റ് ആണ് ഇപ്പൊ പ്രധാന പ്രശ്നമായിട്ട് അവിടെ തുടരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗ് ചോദിച്ച ഒരു സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കോട്ടയം ജില്ലയുടെ ഒരു പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ്. ക്രിസ്ത്യൻ നായർ മെജോറിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കോട്ടയം എന്ന് പറയുന്നത്. ഈഴവരുണ്ട്. ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ അമിതമായിട്ട് ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു ശത്രുത ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഈ കോട്ടയം ജില്ല എന്ന് പറയുന്നത്. PC ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി എല്ലാവർക്കും ഊഹിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ജില്ലയിൽ മുസ്ലിം ലീഗിന് UDF സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് നിസ്സാര പ്രശ്നങ്ങളല്ല. അതിനെക്കുറിച്ച് കോൺഗ്രസ് ഒന്നുകൂടി ഇരുത്തി ആലോചിക്കേണ്ടി വരും. അത് മുസ്ലിം ലീഗ് മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ ആ പതാക ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ BJP സൃഷ്ടിച്ച കോലാഹലങ്ങൾ നമുക്കറിയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടുന്നതിനും അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കോട്ടയം ജില്ലയെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. മുസ്ലിം ലീഗ് അവിടെ സീറ്റ് ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നില്ല. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലം കൂടിയാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി മേഖലയിലും അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട മേഖലകളിലൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകരും മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് ഈ മധ്യ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSSന്റെയും SNDPയുടെയും ഈ നസ്രാണികളുടെയുമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. UDF ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പല രീതിയിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ദുരുപയോഗം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കോട്ടയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് BJPയിലേക്കാണ്. ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും BJPയിലേക്കാണ്. അത് ഒരുപാട് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ BJPയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൃത്യമായൊരു വേണ്ട രീതിയിൽ പഠിക്കാതെ മുസ്ലിം ലീഗ് ഈ കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റിന് വേണ്ടി വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതകളുണ്ട്. കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ, ഇടുക്കി ജില്ലയിലൊക്കെ ഇത് ബാധിക്കും. കോട്ടയം ജില്ലയിൽ ഒറ്റ സീറ്റ് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഇടുക്കി ജില്ലയിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും ഒക്കെ ഇത് ബാധിക്കും. അതുകൊണ്ട് കോൺഗ്രസ് വളരെ കരുതലോടുകൂടി തന്നെ ആയിരിക്കും ഈ ഒരു കാര്യത്തെ സമീപിക്കുക. എനിക്കൊന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കോ നീക്കുപോക്കുകൾക്കോ ഒക്കെ തയ്യാറാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ വേണ്ടി സാധിക്കും. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് അവരുടെ പാർട്ടി പറയേണ്ട കാര്യമാണ്. മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് അവർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം അത് വലിയ ദോഷം UDFന് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറിച്ച് ഇപ്പൊ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ അവരൊരു പഴഞ്ചൊല്ല് അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോ പറഞ്ഞു. അതെന്താ വെച്ചാൽ കരയുന്ന പൂച്ചയ്ക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിന് UDF അത്ര ഗൗരവമേ അതിന് കൊടുക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളൊരു ഗൗരവമൊന്നും കൊടുക്കുന്നില്ല. PJ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിന് എത്രത്തോളം ആളുകളുണ്ടെന്നും കോട്ടയം ജില്ലയിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യവും UDFനകത്തോളം മുഴുവൻ ആളുകൾക്ക് അറിയാം. കോൺഗ്രസ് വികാരം തളം കെട്ടി നിൽക്കുന്ന ഒരു ജില്ലയാണ് ഈ കോട്ടയം ജില്ല എന്ന് പറയുന്നത്. അതായത് കോട്ടയമാണ് പത്തനംതിട്ടയൊക്കെയാണ്. പക്ഷെ എങ്കിൽ തന്നെയും കോൺഗ്രസിന് അവിടെ നിന്ന് വേണ്ടത്ര രീതിയിലുള്ള സ്ഥാനാർത്ഥികളെയോ വിജയിപ്പിക്കാനോ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ ഭരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അർഹതയില്ലാത്ത പല കാര്യങ്ങളും പലരും ചോദിക്കുന്നതും അവർക്ക് വിട്ടുകൊടുക്കുന്നതും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത്തവണ കൂടുതൽ സീറ്റുകൾ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. അത് വിട്ടു നൽകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇന്നും സീറ്റ് ചർച്ചയിൽ ധാരണയായിട്ടില്ല. സൗഹൃദ മത്സരത്തിലേക്കൊക്കെ പോകുമെന്ന് മോൻസ് ജോസഫ് ഒക്കെ UDF നേതൃത്വത്തോട് പറയുന്ന സമയത്തും റിയാലിറ്റി അവർക്കറിയാം. പൊളിറ്റിക്കൽ റിയാലിറ്റിയും ഗ്രൗണ്ട് റിയാലിറ്റിയും കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതൊരു പേടിപ്പിക്കൽ മാത്രമാണ്. ഒന്ന് കരഞ്ഞു നോക്കുന്നു, കിട്ടിയാ കിട്ടി, പോയാ പോയി. ഈ ഒരു രീതിയാണ്. ഒരുപക്ഷെ കിട്ടിയ അവര് സംസാരിച്ചു. അവരിപ്പോ തിരുവനന്തപുരത്ത് എന്തായി? തിരുവനന്തപുരത്ത് നഗരസഭയിലേക്ക് 24 കാൻഡിഡേറ്റിനെ നിർത്തുമെന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര സ്ഥാനാർത്ഥി ഉണ്ട് അവർക്ക്? സീറ്റ് വല്ലതും കിട്ടിയായിരുന്നോ? ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. പ്രശ്നം രമ്യതയിൽ പരിഹരിച്ചല്ലോ. മര്യാദയ്ക്ക് അവരുടെ പണി നോക്കി, കോൺഗ്രസിന്റെ പണി നോക്കി. അതേപോലൊരു ഭീഷണിയാണ് ഇവിടെ നടക്കുന്നത്. അതേപോലുള്ളൊരു ഭീഷണിയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. പല മുനിസിപ്പാലിറ്റികളിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് അനുവദിച്ചിട്ട് സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയുണ്ട്. മനസ്സിലാക്കണം. നമ്മൾ വെറുതെ സീറ്റ് നേതാക്കന്മാരൊക്കെ സീറ്റ് ചോദിച്ചു വാങ്ങുന്നു. പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്ക് നിർത്താൻ സ്ഥാനാർത്ഥികളില്ലെന്നേ. ഒരു സീറ്റ് UDF അനുവദിച്ചു, നിർത്താൻ സ്ഥാനാർത്ഥികളെ വേണ്ടേ? ഇപ്പൊ CMB ചെയ്ത് കണ്ടില്ലേ? കൊല്ലത്ത് CMBക്ക് സീറ്റ് അനുവദിച്ചു, പക്ഷെ നിർത്താൻ സ്ഥാനാർത്ഥികളില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് UDFനോട് പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. കോഴിക്കോടൊക്കെ ഒരു മണ്ഡലം പ്രസിഡന്റ് തന്നെ രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെ UDF നേതൃത്വം മുമ്പോട്ട് പോകത്തുള്ളൂ. ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് വലിയ മുന്നേറ്റം നടത്തി എന്നൊക്കെയുള്ള ഒരു PR ട്രെൻഡ് സെറ്റ് ചെയ്തു എങ്കിലും വളരെ ഗൗരവമായ കൂടിയാലോചനകളിലൂടെ മാത്രമേ ഇനി കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കത്തുള്ളൂ. തിരുവനന്തപുരത്തൊക്കെ വിമത ശല്യമാണ് UDFനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും, കോട്ടയത്ത് നിന്ന് പിന്മാറാനായിട്ട് മുസ്ലിം ലീഗ് തയ്യാറാകണം. അതാണ് ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ കോട്ടയം UDFനകത്തും കോൺഗ്രസിനകത്തും ഉണ്ടാകും. പിന്നെ PJ ജോസഫ് സാറിന്റെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അത് ഇത്രയേ ഉള്ളൂ. കൂടെ അവഗണിച്ചു വിടാനായിട്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത് എന്നാണ് അറിയുന്നത്. വേണമെങ്കിൽ കിട്ടിയ സീറ്റിൽ മത്സരിച്ചോ, തരുന്ന സീറ്റിൽ മത്സരിച്ചോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് കൃത്യമായിട്ട് UDF നേതൃത്വം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ UDFന്റെ സീറ്റ് ധാരണ ആകാനായിട്ടുള്ള എല്ലാ സർവ്വ സാഹചര്യങ്ങളുമുണ്ട്. ഇന്നലെ രാത്രിയിൽ നടന്ന ചർച്ചയുടെ ബാക്കി കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതൊക്കെയായാലും ഒരു കാര്യം പറയാൻ വേണ്ടി സാധിക്കും, UDFലെ കോട്ടയം ജില്ലയുടെ സീറ്റ് ചർച്ചകൾ ഇന്നുകൊണ്ട് അവസാനിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ഏത് രീതിയിലായിട്ട് മാറും? ഇനി കേരള കോൺഗ്രസ് ജോസഫ് UDF വിട്ട് പുറത്തുപോയി തനിച്ച് സൗഹൃദ മത്സരം നടത്തുമോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പിൻവാങ്ങുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.